അപ്പം എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡൽഹിയിലെത്തി രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം നമുക്കിപ്പം ഡൽഹിയിൽ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്. ഇന്ത്യ ഗേറ്റ്, അതുപോലെ തന്നെ പാർലമെൻറ്റ് മന്ദിരം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ രാവിലത്തെ അവസ്ഥയാണിത്. വളരെ ക്രൗഡാണ് രാവിലെ തന്നെ. ഇതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ രാവിലത്തെ കാഴ്ചയാണിത്. അത്യാവശ്യം തിരക്കുണ്ട്. രാവിലെ തന്നെ കഴിക്കുന്നത് മസാല ദോശയും, എൻ്റെ കൂടെ വന്ന അൻസാർ മലപ്പുറത്ത് ചെങ്ങൈയാണ്, കഴിക്കുന്നത് പൊറോട്ടയും ചിക്കൻ കറിയും. നമ്മൾ ഡൽഹിയിലെ ഏതോ ഒരു ഊട് വഴി കൂടി നടന്നുകൊടുക്കുകയാണ്. ഒരു 2 ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതോ ഒരു വഴിയാണ്, ഡൽഹിയാണെന്ന് തോന്നുന്നു. കുറേ വീടുകളാണ് അപ്പുറം ഇപ്പുറം ഉള്ളത്. ഇപ്പം ബൈക്ക് റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടി വണ്ടി പോകാൻ നോക്കുക ഗായ്സ്, എന്താ രസം. ദില്ലിൻ്റെ അടക്കം കൂടി പോകുന്നതാണ്. അതാണ് നമ്മളൊരു റെന്റ് ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും ഇനി ചോദിച്ചു നോക്കാം. അപ്പോൾ ഇടയ്ക്ക് അവിടെ വണ്ടി അത്ര ശരിയില്ല. പക്ഷേ ഇവിടെ ഒരു ഡൽഹി മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് തന്നെ നിഹാൽ ബൈക്ക് റെന്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇവിടെയാണ് ഏകദേശം ഒരു 500 രൂപക്കാണ് ഈ പുതിയ ആക്റ്റീവ പറഞ്ഞത്. 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. കുഴപ്പമില്ല, നല്ല പുതിയ വണ്ടിയാണ്. 500 രൂപയ്ക്ക് എന്തായാലും വർത്താണ്. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഇന്ന് രാവിലെ എടുത്താൽ ഇന്ന് രാത്രി 9 മണിയാണ് സമയമുള്ളത്. 9 മണിക്കുള്ളിൽ തിരിച്ചു കൊടുത്ത് 500 രൂപയാണ് അതിൻ്റെ റേറ്റ് വരിക. പിന്നെ 2000 രൂപ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ടുമാണ്. 2000 രൂപ വണ്ടി കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് 2000 രൂപ റിട്ടേൺ ചെയ്യുന്നതാണ്. നമ്മൾ ന്യൂഡൽഹിയിൽ നിന്ന് ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് അവിടുന്ന് നമ്മൾ നേരെ വന്നത് ഫസ്റ്റ് ജുമാ മസ്ജിദിലേക്കാണ്. ജുമാ മസ്ജിദിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ. ഇവിടെ വണ്ടി വെച്ചിട്ടാണ് നമ്മളങ്ങോട്ട് നടന്നിട്ടാണ് പോകേണ്ട ദൂരമേ ഉള്ളൂ. പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് എൻ്റെ ചങ്ങ അൻസറുണ്ട്. നമ്മളിങ്ങനെ ജുമാ മസ്ജിദിൻ്റെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ജുമാ മസ്ജിദിൻ്റെ റോഡ്. ഇതാണ് ഇവിടെയാണ് ഓരോ സ്ട്രീറ്റ് വരുന്നത്. മീന ബസാർ എന്ന് പറഞ്ഞിട്ട് ബസാർ വരുന്നത്. ഇവിടെ തുണികളും ചെരുപ്പ്, ഡേറ്റ്സിൻ്റെ ഒരു മാർക്കറ്റാണിത്. ഫുള്ള് ഡേറ്റ്സാണ്. ഡേറ്റ്സിനും ചെറിയ റേറ്റിന് കിട്ടുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ ഓപ്പണായി വെച്ചിട്ടുണ്ട്. എത്രമാത്രം ഹൈജീൻ ഉണ്ടെന്ന് അറിയില്ല. ഈ ജുമാ മസ്ജിദ് ഇത്രയും വലിയൊരു സ്ഥലമായിട്ട് തന്നെ ഇവിടുത്തെ വൃത്തി 0 ആണ്. ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലമാണിത്. എന്ത് ചെയ്യാനാ, വൃത്തിയില്ല ഇവിടെ. നമ്മളെ ജമാ മസ്ജിദിൻ്റെ എൻട്രി ആണിത്. ഫസ്റ്റ് ഗേറ്റ് നമ്പർ 1 ആണിത്. ഇതിലൂടെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഇതാണ് എൻട്രി ഗേറ്റ്, ജമാ മസ്ജിദ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി എന്നാണ് ജമാ മസ്ജിദ് അറിയപ്പെടുന്നത്. ജമാ മസ്ജിദിന്റെ തൊട്ടിപ്പുറം തന്നെയാണ് നമ്മുടെ റെഡ് ഫോർട്ടും. റെഡ് ഫോർട്ട് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. നടന്നിട്ട് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളെ റെഡ് ഫോർട്ട്. നമ്മുടെ ജുമാ മസ്ജിദിന് കറക്റ്റ് വ്യൂ ആണ് ഇവിടേക്ക്. നമ്മളെ റെഡ് ഫോർട്ട്. നമ്മളിപ്പം ഏകദേശം ജമാ മസ്ജിദിൽ നിന്നും റെഡ് ഫോർട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ നടന്നിട്ടാണ് വന്നത്. ഇത് തൊട്ടപ്പുറം തന്നെയാണ്, നടന്നിട്ട് വരുന്ന ഇതേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മളെ ചാന്ദിനി ചൗക്ക് ബസാർ. അവിടെ കാണുന്നതാണ് ചാന്ദിനി ചൗക്ക് ബസാർ. അവിടെ കാണുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ജുമാ മസ്ജിദിന് എടുത്ത് കണ്ട ഒരു കാഴ്ചയാണ്. തത്തേനെ കൂട്ടിയിട്ട് വളർത്തുന്നുണ്ടോ? ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നമേയല്ല. നമ്മൾ ഇനി പോകുന്നത് ഹുമയൂൺ ടൂമിലേക്കാണ്. നമ്മളെ ഹുമയൂൺ ടൂമിൻ്റെ എൻട്രി പോയിൻ്റാണ്. ഇതാണ് എൻട്രി ടിക്കറ്റ് കൗണ്ടർ. ഇപ്പം ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കില്ല. ഇവിടെ സാധാരണ നോർമലാണെങ്കിൽ 40, ഇന്ത്യനാണ് 40, ഫോറിനേഴ്സ് ആണെങ്കിൽ 600 രൂപയാണ് വരുന്നത്. നമ്മൾ ഈ മുമ്പിൽ കാണുന്നത് ഹുമയൂൺ ടൂബാണ്. ഡൽഹിയിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 1/2 മണിക്കൂർ ഡ്രൈവ് എത്തുന്ന ഒരു സ്ഥലമാണിത്, ഹുമയൂൺ ടൂബ്.